വീഡിയോയിൽ കാണുന്നത് നമ്മൾ ക്രേഫിഷുകളെ വളർത്തുന്ന ടാങ്കുകളിൽ ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയാണ്. കൂടുകൾ ഇറക്കി വെച്ചിട്ട് ആ കൂടുകളിൽ കൃഷി ചെയ്ത് പ്ലാസ്റ്റിക് ടാങ്കുകളിലെ ലീക്കുകൾ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു പഠനമൊക്കെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്കിപ്പോൾ തോന്നിയിട്ടുണ്ട്. അങ്ങനെയുള്ള ക്രേഫിഷുകൾ വളർത്തുമ്പോൾ പ്ലാസ്റ്റിക് ടാങ്കുകൾ ഇതുപോലുള്ള കൂടുകൾ നമുക്ക് വളരെ ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു പ്രധാന കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാനുള്ളൊരു കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ടാങ്കുകളിൽ നമ്മൾ ഹൈഡിങ് പ്ലേസുകളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഹൈഡിങ് പ്ലേസുകളൊക്കെ എടുത്ത് മാറ്റി അതിന് ശേഷമാണ് ആ കൂട് നമ്മൾ ആ ടാങ്കിൽ നിന്ന് എടുത്ത് മാറ്റുന്നത്. അപ്പോൾ ആ ടാങ്കിലെ അവസ്ഥ ഇങ്ങനെയാണ്. കാരണം കൂടിരിക്കുന്നതിൻ്റെ പേരിൽ അടിയിൽ അവരുടെ വിസർജ്യങ്ങളും അതുപോലെ തന്നെ ഫുഡിൻ്റെ വേസ്റ്റൊക്കെ വന്ന് അടിയുന്നത് നമ്മൾ കാണില്ല. അപ്പോൾ വെള്ളം ചീത്തയാവാനും ക്രേഫിഷുകൾ ഡെഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇടയ്ക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മളിതുപോലെ ഈ കൂടുകൾ എടുത്ത് മാറ്റി നല്ല പോലെ ടാങ്ക് ക്ലീൻ ചെയ്യണം. അപ്പോൾ ക്ലീൻ ചെയ്തതിന് ശേഷം ആ ഒരു ടാങ്കിൻ്റെ അവസ്ഥ ഇതുപോലെയാണ്. വളരെ മനോഹരമായിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ടാങ്കിൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ആ കൂട് ഇറക്കി വെച്ചതിന് ശേഷമുള്ള കാഴ്ചയാണ് കാണുന്നത്. വെള്ളമൊക്കെ നല്ല ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ ആ ഡോറ് തുറക്കുമ്പോൾ മാത്രമേ നമ്മൾ ആ വെള്ളത്തിൻ്റെ അവസ്ഥ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതിന് ശേഷം നമ്മൾ ഹൈഡിങ് പ്ലേസുകൾ ഓരോന്നായിട്ട് നമ്മൾ അതിലേക്ക് ഇറക്കി വെക്കുന്നതാണ് അടുത്ത ഒരു നമ്മുടെ ഒരു രീതി വരുന്നത്. അപ്പോൾ എല്ലാ ഹൈഡിങ് പ്ലേസുകളും തന്നെ നമ്മൾ അതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹൈഡിങ് പ്ലേസുകളൊക്കെ ഇറക്കി വെച്ച് പഴയതുപോലെ തന്നെ ടാങ്ക് നമ്മളാക്കിയിട്ടുണ്ട്. ഈ കാണുന്നത് ഇവർക്ക് തീറ്റ കൊടുക്കുന്ന പാത്രമാണ്. കാരണം തീറ്റ നമുക്ക് ഡയറക്റ്റ് പഴയ ടാങ്കുകളിലെ പോലെ ഇട്ട് കൊടുക്കാൻ പറ്റില്ല. ആ മെഷീൻ്റെ ഉള്ളിലേക്ക് ആ താഴ്ന്നു പോകുള്ളൂ. തീറ്റ അവർക്ക് തിന്നാൻ പറ്റില്ല. അപ്പോൾ കൂടുകളിൽ നമ്മൾ ക്രേഫിഷുകൾ വളർത്തുമ്പോൾ ഇതുപോലുള്ള തീറ്റ പാത്രങ്ങൾ എന്തായാലും സജ്ജീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനുശേഷം നമ്മൾ കൂടുകളൊക്കെ അടച്ച് നല്ല വൃത്തിയിൽ വെള്ളമൊക്കെ ഒഴിച്ച് ടാങ്ക് നല്ല കണ്ടീഷനാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക.